Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ടൊരു 3D സ്റ്റാർ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ സ്ക്വയർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഇവിടെ 20 സെന്റിമീറ്റർ ആണ് ലെങ്ത് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഇങ്ങനെയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് തിരിച്ചുകൂടി ഫോൾഡ് ചെയ്യാം. ഇനി പേപ്പർ ഒന്ന് തിരിച്ചിട്ടിട്ട് കോണോട് കൂടി നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് സ്റ്റാർ ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ അതിൽ ഈസി ആയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി ഇത് നെക്സ്റ്റ് ഒന്നുകൂടി ഇതുപോലെ കോണോട് കോൺ മടക്കിയെടുക്കാം. ഇനി നമുക്കിവിടെ 5 സെന്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള സൈഡ്സിനും കൂടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും റൈറ്റ് സൈഡിലായിട്ട്, അതുകൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് വരേക്കും ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ പേപ്പറിൻ്റെ ആ ഒരു കോർണർ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ വെച്ച് ഈ സൈഡും കൂടി ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള 3 കോർണേഴ്സ് കൂടി നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടിക്കിട്ടും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ വെറുതെ അങ്ങ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യരുത്. കുറച്ചൊന്നിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിക്ക് ചെയ്തെടുക്കാൻ. എന്നാലുമാണ് നമ്മുടെ ആ ഒരു സ്റ്റാറിൻ്റെ പ്രൊജക്ഷൻസ് 3D എഫക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുവേണ്ടി കുറച്ചൊന്ന് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 3 സൈഡ് കൂടി ഒട്ടിച്ചെടുക്കാം. ഇതേ മെത്തേഡ് വെച്ചിട്ട് ഏത് സൈസിലുള്ള സ്റ്റാർസ് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ എടുക്കുന്ന സ്ക്വയർ പേപ്പറിൻ്റെ സൈഡിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് സ്റ്റാർസിൻ്റെ ആ ഒരു സൈസ് കിട്ടുക. അപ്പോൾ ഞാനിവിടെ 20 സെന്റിമീറ്റർ എടുത്തിരുന്നത് കൊണ്ടാണ് 5 സെന്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്തത്. നമ്മൾ എടുക്കുന്ന സൈഡ് ലെങ്ത് എത്രയാണോ സ്ക്വയർ പേപ്പറിൻ്റെ സൈഡ് ലെങ്തിൻ്റെ 4/1 ഭാഗമാണ് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടത്. അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഞാൻ ദേ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത പേപ്പറിലും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് ഈ 2 പാർട്ടിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. കാരണം ഈ 2 പാർട്ടാണ് 2 സ്റ്റാർസിൻ്റെയും ജോയിൻ ആയിട്ട് വരുന്ന പാർട്ട്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി
നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നേരത്തെ ചെയ്തു വെച്ചിരുന്നതാണ് ബ്ലൂ കളറിലുള്ള സ്റ്റാർ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.